ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എണീറ്റ് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി കുളിച്ച് അത്തപ്പൂ ഇടാനുള്ള ഒരു തന്ത്രപ്പാടില്ലാട്ടാ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇൻട്രോ ഒക്കെ പറയാൻ വന്നേന്ന്? എന്തുകൊണ്ടാന്ന് ഇതുകൊണ്ടാണ് ഞാൻ വന്നത്. അവർ നല്ല ഉറക്കാട്ടാ. അപ്പം ഞാൻ കരുതി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഉണർത്താനായിട്ട് പോയില്ല. അപ്പം ഞാൻ ചോറൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി മുറ്റമൊക്കെ അടിച്ചു വരും. ഇനി കുളിക്കാൻ പോവാട്ടാ. അപ്പം കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം. അപ്പോൾ സൗമ്യത പതിവ് പോലെ ചാണകമൊക്കെ മെഴുകി പൂക്കളടയിലേക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്ന് വെറൈറ്റി പൂക്കൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് കിട്ടാത്ത പൂവായിരുന്നല്ലോ. കിട്ടിയിട്ടില്ല. ഇത് മത്തങ്ങേരെ പൂവല്ലേ അത്. പിന്നെ ഇതെന്ത് പോവാ? ഇതെന്തോ ഇതിന്റെ പേരറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. ഇന്ന് വെറൈറ്റി പൂക്കളാട്ടോ. ഇത്രയും ദിവസമില്ലാത്ത. പിന്നെ എന്തോ തീപ്പൊരി. ഇവര് തീപ്പൊരി എന്ന് പറയണം. നമ്മളവിടെ മാങ്ങാനാറിയെന്ന് അറിയാം. ഇന്നും കുറെ പൂക്കളൊക്കെ സൗമ്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തോ ബാൽസാന്ന് തോന്നുന്നുണ്ട്. മത്സ്യത്തിന് പൂക്കളം ഇടല് ആരംഭിച്ചിട്ടുണ്ട് സൗമ്യ. പിന്നെ സൗമ്യ ഇത്തിരി ഡിസൈനിലൊക്കെ ഇടാൻ പോണേന്ന് പറയണത്. എന്താവോന്ന് അറിയത്തില്ല. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പൂക്കൾ കൊണ്ട് നമുക്ക് അധികം ഡിസൈനിൽ തികയില്ല. പിന്നെ ഇങ്ങനത്തെ പൂക്കളിൽ ഇടാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് തന്നെ പൂക്കളിൽ അതൊക്കെ പറ്റത്തുള്ളൂ. പതിവ് പോലെ ഇരുന്നിട്ടിട്ട് ഹോർലിക്സ് പൊരുത്തിനുണ്ട്. ഇട്ട് വരുന്നുള്ളൂ കേട്ടോ. പൂർത്തിയായിട്ടില്ല. പൂർത്തിയായിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കുറുമ്പ ഞാൻ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിച്ചിട്ട് വരട്ടെ സൗമ്യ. നീ നല്ലത് കിട്ടിയാൽ മാത്രമേ മേടിക്കത്തുള്ളൂ കേട്ടോ. ഒന്ന് അല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങാം കേട്ടോ. ശരി, അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ. പിന്നെ പൂക്കളത്തിൻ്റെ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം ഇന്ന് തൃക്കേട്ടയാണ്. അപ്പോൾ എല്ലാവർക്കും തൃക്കേട്ട ദിനാശംസകൾ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് കിട്ടിയ മീനെ നമുക്ക് കാണേണ്ടത്. ഇന്ന് നമ്മൾക്ക് മാർക്കറ്റിൽ പോയിട്ട് കിട്ടിയ മീൻ ഇതാട്ടോ. കൂന്തൽ എന്നാണ് ഇവിടെ പറയുക. പലയിടത്തും പല പേരാണ്. കണവ പറയും, കൂന്തൽ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബായ്.